4 ജെറി ക്യാൻസ് ഞാൻ വെച്ചു. ജെറി ക്യാൻസ് വെച്ചതിന് ശേഷം പിന്നെ നമുക്കൊരു ടൂൾ ബോക്സ് ഉണ്ട്, അതും നമ്മൾ ഫിറ്റ് ചെയ്തു. ഇത്ര കാര്യങ്ങളാണ് നമുക്ക് നിലവിൽ ഇപ്പോൾ ഡിഫൻഡറിൽ ചെയ്യാനുള്ളത്. പിന്നെ ഇതിൻ്റെ ഡോറൊക്കെ നിങ്ങൾക്ക് ഓപ്പൺ ചെയ്യാം, ലാഡർ ഓപ്പൺ ചെയ്യാം. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ ഒരു ബോക്സ് നമ്മൾ വെച്ചില്ല, അത് ഓപ്പൺ ചെയ്യാം. പിന്നെ സൈഡ് ബോക്സിലേക്ക് വരുമ്പോൾ സൈഡ് ബോക്സ് ഓപ്പൺ ചെയ്യാൻ പറ്റും, സൈഡ് ബോക്സ് ഓപ്പൺ ചെയ്യാം. അപ്പോൾ ഒരു വണ്ടി എങ്ങനെയാണോ അത് ഫുള്ളി അവർ നല്ല രീതിയിൽ തന്നെ കസ്റ്റമേഴ്സിനൊരു എന്താ പറയുക, ഒരു എൻഗേജിങ് ആയിട്ട് ചെയ്തവർ വെച്ചിട്ടുണ്ട് ഫുള്ള് കാര്യങ്ങൾ. ഇപ്പോൾ ഞാൻ നിങ്ങളെ കാണിച്ചത് ഡിഫൻഡറിനെ പറ്റിയാണ്. അതുപോലെ തന്നെ മസ്റ്റാങ്കിലും വരുന്നുണ്ട്. ഇതെല്ലാം കണ്ട മസ്റ്റാങ്ക് നമുക്ക് ഈസിലി കാര്യങ്ങളൊക്കെ റിമൂവ് ചെയ്തെടുക്കാം. അതുപോലെ ബാക്ക് അല്ല, നിങ്ങൾക്ക് എക്സോസ്റ്റിൻ്റെ ടിപ്പ് വരെ മാറ്റി വേറെ പിടിപ്പിക്കാം. പിന്നെ ഇവിടെ നിങ്ങൾക്ക് എല്ലാം അഴിച്ചെടുക്കുന്നുണ്ട്. സത്യം പറഞ്ഞാൽ വണ്ടി ഫുള്ള് ഇപ്പോൾ അഴിച്ചെടുക്കുക, ബോണറ്റ് ഒഴിച്ച്. പിന്നെ ഇനി എൻജിൻ അഴിക്കാം. ഈ മസ്റ്റാങ്ങിൻ്റെ എൻജിൻ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എനിക്ക് തോന്നി, അത്യാവശ്യം ഉണ്ട്. ഇതെല്ലാം നമ്മൾ ഫിറ്റ് ചെയ്തെടുത്തതാണ്. ഇത് നമ്മൾ ഈസിലി റിമൂവ് ചെയ്യാനും സാധിക്കട്ടെ. ഇതൊരു ഡൈക്കാസ് മെറ്റലാണ്, അതിൽ കുറച്ച് പ്ലാസ്റ്റിക് മിക്സ് ഉണ്ട്. എല്ലാം നമുക്ക് മെറ്റലായി കഴിഞ്ഞാൽ കാര്യങ്ങൾ നടക്കില്ല. ഇതിൻ്റെ എൻജിനും കാര്യങ്ങളൊക്കെ നമുക്ക് ഊരിയെടുക്കാം. കണ്ടോ നിങ്ങൾ, ഡീറ്റെയിലിങ് അത്യാവശ്യം ഉണ്ട്. ഇതുപോലത്തെ ഒരു വണ്ടിയിൽ മാക്സിമം നമുക്ക് സാധനങ്ങൾ ഊരി ഇതുപോലെ തന്നെ ഫിറ്റ് ചെയ്യാനും സാധിക്കും. ഉണ്ട് ചുമ്മാ ഈസിലി തന്നെ